നമസ്കാരം. ന്യൂസ് ഈവനിംഗിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് CPIയുടെ പരാതി. തൃശൂർ പൂരം അലങ്കോലമായപ്പോൾ BJP സ്ഥാനാർത്ഥിയായിരുന്ന സുരേഷ് ഗോപി നിയമവിരുദ്ധമായി ആംബുലൻസിൽ വന്നതിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം. മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം ആംബുലൻസ് രോഗികൾക്ക് സഞ്ചരിക്കാനുള്ളതെന്നും വ്യക്തിയുടെ സ്വകാര്യ യാത്രയ്ക്ക് ഉപയോഗിക്കാൻ പാടില്ലെന്നും ചൂണ്ടിക്കാട്ടി ജോയിന്റ് RTOയ്ക്കും പരാതി നൽകി. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ട്രെയിനിൽ 18 കിലോ കഞ്ചാവ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ. ട്രെയിനിൽ കഞ്ചാവ് കണ്ടെത്തിയത് പോലീസിന്റെ പതിവ് പരിശോധനയ്ക്കിടെ. കഞ്ചാവ് കടത്തിയ വ്യക്തിയെ പിടികൂടാനായില്ല. അന്വേഷണം ഊർജിതമാക്കിയതായും ശക്തമായ പരിശോധന തുടരുമെന്നും റെയിൽവേ പോലീസ്. വേതനം ആവശ്യപ്പെട്ട് പാലക്കാട്ട് ആശാ വർക്കർമാരുടെ പ്രതിഷേധം. പിച്ചച്ചട്ടി സമരവുമായി ആശാ വർക്കേഴ്സ് കോൺഗ്രസ്. പിണറായി സർക്കാർ ആശാ വർക്കർമാരെ പിച്ചക്കിറങ്ങേണ്ട ഗതികേടിലാക്കിയെന്ന് INTUC നേതാവ് ചിങ്ങന്നൂർ മനോജ്. സർക്കാരിനെതിരെ താക്കീതുമായി പെൻഷനേഴ്സ് അസോസിയേഷൻ. ജീവനക്കാരെയും പെൻഷൻകാരെയും നിരന്തരം അവഗണിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന ഇടതു സർക്കാരിനെ കാത്തിരിക്കുന്നത് കനത്ത തിരിച്ചടിയെന്ന് KSSPA. പാലക്കാട് വനം ഡിവിഷനിലെ വിവിധ കെട്ടിടങ്ങളുടെയും ഷൊർണൂർ നഗരവനത്തിന്റെയും ഔപചാരിക ഉദ്ഘാടനം പാലക്കാട് ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസിൽ. മനുഷ്യ വന്യജീവി സംഘർഷം ഒഴിവാക്കുന്നതിന് പ്രത്യേക പദ്ധതി. ഇക്കാര്യത്തിൽ വനം വകുപ്പിന്റെ ജാഗ്രതാപൂർണമായ ഇടപെടൽ അനിവാര്യമായ ഘട്ടമാണിതെന്ന് A. പ്രഭാകരൻ MLA. പറളി തേനൂർ അയ്യർമല വനമേഖലയിൽ മാലിന്യക്കൂമ്പാരം. മാലിന്യം തള്ളുന്നത് തടയാൻ അധികാരികൾ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തം. വാർത്തകൾ വിശദമായി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ CPI തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. തൃശൂർ പൂരം അലങ്കോലമായതിനെ തുടർന്ന് BJP സ്ഥാനാർത്ഥിയായിരുന്ന സുരേഷ് ഗോപി നിയമവിരുദ്ധമായി ആംബുലൻസിൽ വന്നതിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് പരാതി. പൂരം അലങ്കോലമായ രാത്രി തൃശൂരിൽ താമസിച്ചു വന്നിരുന്ന വീട്ടിൽ നിന്ന് തിരുവമ്പാടി ദേവസ്വം ഓഫീസിലേക്ക് സേവാഭാരതിയുടെ ആംബുലൻസിലാണ് സുരേഷ് ഗോപി എത്തിയത്. ആംബുലൻസിൽ സുരേഷ് ഗോപി എത്തുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. രോഗികളെ കൊണ്ടുപോകുന്നതിനു വേണ്ടി മാത്രമുള്ള ആംബുലൻസ് സുരേഷ് ഗോപി നിയമവിരുദ്ധമായി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിച്ചുവെന്നാണ് CPIയുടെ പരാതി. മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം ആംബുലൻസ് രോഗികൾക്ക് സഞ്ചരിക്കാനുള്ളതാണെന്നും വ്യക്തിയുടെ സ്വകാര്യ യാത്രയ്ക്ക് ഉപയോഗിക്കാൻ പാടില്ലെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. CPI തൃശൂർ മണ്ഡലം സെക്രട്ടറി KP സുമേഷാണ് പരാതി നൽകിയത്. സംഭവത്തിൽ ജോയിന്റ് RTOയ്ക്കും പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ തീവണ്ടിയിൽ 18 കിലോ കഞ്ചാവ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. പോലീസ് പരിശോധന കണ്ട് കാരിയർ കഞ്ചാവ് ട്രെയിനിൽ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടതാകാമെന്ന് കരുതുന്നു. പ്രതിയെ കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചതായി റെയിൽവേ പോലീസ് അറിയിച്ചു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:30 ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ തമ്പരം മംഗലാപുരം ട്രെയിനിൽ നിന്നാണ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ 18 കിലോ കഞ്ചാവ് കണ്ടെത്തിയത്. ട്രെയിൻ 5-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെത്തിയപ്പോൾ പോലീസ് നടത്തിയ പരിശോധനയ്ക്കിടെ 2 ബാഗുകൾ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. ബാഗുകൾ തുറന്നു നോക്കിയപ്പോൾ ഉള്ളിൽ കഞ്ചാവായിരുന്നു. എന്നാൽ കഞ്ചാവ് കടത്തുന്ന വ്യക്തിയെ കണ്ടെത്താനായില്ല. പാലക്കാട് റെയിൽവേ DYSP M. സന്തോഷ് കുമാർ, റെയിൽവേ സർക്കിൾ ഇൻസ്പെക്ടർ PV രമേഷ് എന്നിവരുടെ നിർദ്ദേശപ്രകാരം നടത്തുന്ന പതിവ് പരിശോധനയ്ക്കിടെയാണ് ട്രെയിനിൽ നിന്ന് കഞ്ചാവ് കണ്ടെത്തിയത്. SI B. ജോഷ്, SI MS ജയപ്രകാശ്, ASI സുപ്രിയ എന്നിവരാണ് പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നത്. പതിവ് പരിശോധനയ്ക്കിടെയാണ് കഞ്ചാവ് കണ്ടെത്തിയതെന്നും ശക്തമായ പരിശോധന തുടരുമെന്നും പ്രതിക്കായി അന്വേഷണം ആരംഭിച്ചതായും ഷൊർണൂർ റെയിൽവേ പോലീസ് SI അനിൽ മാത്യു അറിയിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് എത്തിച്ചേർന്ന താമരം മംഗലാപുരം വണ്ടിയിലുണ്ട് 16-159 ട്രെയിനിൽ നിന്ന് 18 കിലോഗ്രാം കഞ്ചാവ് ഇന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 2 ബാഗുകളായിട്ട് സീറ്റിനടിയിൽ ഒളിപ്പിച്ച നിലയിലാണ്. പ്രതിയെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. പരിശോധന തുടരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വേതനം ആവശ്യപ്പെട്ട് പാലക്കാട്ട് ആശാ വർക്കർമാരുടെ പിച്ചച്ചട്ടി സമരം. ആശാ വർക്കേഴ്സ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലായിരുന്നു സമരം. ആശാ വർക്കർമാരെ കൊണ്ട് പിച്ചച്ചട്ടി എടുപ്പിച്ച സർക്കാരാണ് പിണറായി സർക്കാർ എന്ന് സമരം ഉദ്ഘാടനം ചെയ്ത INTUC സംസ്ഥാന കമ്മിറ്റി അംഗം ചിങ്ങന്നൂർ മനോജ് ആക്ഷേപിച്ചു. കേരളത്തിലെ ഏറ്റവും വലിയ ദുരന്തമാണ് സംസ്ഥാന സർക്കാരെന്നും ചിങ്ങന്നൂർ മനോജ് പറഞ്ഞു. ജീവനക്കാർക്ക് വിശേഷ അവസരങ്ങളിൽ പോലും ഒരാനുകൂല്യങ്ങളും നൽകുന്നില്ല. ഇടത് ട്രേഡ് യൂണിയനുകൾ മൗനം പാലിക്കുകയാണെന്നും ചിങ്ങന്നൂർ മനോജ് കുറ്റപ്പെടുത്തി. ഓണമായാലും പെരുന്നാളായാലും ഈസ്റ്റർ ആയാലും വിഷു ആയാലും തിരുവാതിര ആയാലും ആശാ വർക്കർമാർ ജോലി ചെയ്യുന്നു.
അതിന് വിട്ടുവീഴ്ചയില്ല. അവരുടെ ജോലി ചെയ്യുന്നെന്ന് മാത്രമല്ല, സബ് സെൻറ്ററുകളിൽ വലിയ ഉയർന്ന തോതിൽ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥൻ ചെയ്യാത്ത ജോലി കൂടി ആശാ വർക്കറുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ്. ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മളൊരു സമരം പ്രഖ്യാപിച്ച ദിവസമാണ്. സമരം പ്രഖ്യാപിച്ച ദിവസം എല്ലാ സെൻറ്ററുകളിലുമുള്ള INTUC തൊഴിലാളികളെ തെരഞ്ഞു പിടിച്ച് അവർക്ക് ജോലി ഏൽപ്പിക്കുകയാണ്. ആ ജോലി ചെയ്യാതിരുന്നാൽ സസ്പെൻഡ് ചെയ്യും. പിന്നെ ആ ജോലി സ്ഥിരം ജോലിയല്ല, ഒരു താൽക്കാലിക തൊഴിൽ പോലെയാണ് ഈ തൊഴിൽ. ഈ തൊഴിലിലൊരു വ്യവസ്ഥ ഗവൺമെൻറ് നിശ്ചയിക്കാത്തതുകൊണ്ട് ഭയപ്പെട്ടിട്ട് ആളുകൾക്ക് സമരം ചെയ്യാൻ പോയി. ജില്ലാ സെക്രട്ടറി PS ഷിജിനി അധ്യക്ഷത വഹിച്ചു. INTUC റീജിയണൽ പ്രസിഡന്റ് B അനിൽകുമാർ, V സെൽവൻ, AM അബ്ദുള്ള, ആശാ വർക്കേഴ്സ് കോൺഗ്രസ് INTUC ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് സുമ കൊല്ലങ്കോട്, ജില്ലാ ഭാരവാഹികളായ അനിത പട്ടാമ്പി, സുനിത തരൂർ, രാധ ഓമല്ലൂർ, കനകലത കുനിശ്ശേരി, ഷൈല മുതലമട, AP വിജയലക്ഷ്മി, K ബിന്ദു, സുജിത വണ്ടാഴി, AK സുമലത, മേരി ജോസഫ്, ഉഷ, അനിത പ്രഭാകരൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഒറ്റപ്പാലം അമ്പലപ്പാറ പാതയിലെ തിരുണ്ടി വളവിന് സമീപം ബസ്സും കാറും കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു. ചുനങ്ങാട് പിലാത്തറ സ്വദേശി ഹാരിസിനാണ് പരിക്കേറ്റത്. രാവിലെ 11 മണിയോടെയാണ് അപകടം. മണ്ണാർക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബസ്സും എതിരെ വന്ന കാറും കൂട്ടിയിടിക്കുകയായിരുന്നു. പരിക്കേറ്റ ഹാരിസിനെ ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജീവനക്കാരെയും പെൻഷൻകാരെയും അവഗണിക്കുന്ന ഇടതു സർക്കാരിനെ കാത്തിരിക്കുന്നത് കനത്ത തിരിച്ചടിയെന്ന് KSSPA സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം C ബാലൻ. പാലക്കാട്ട് പെൻഷനേഴ്സ് അസോസിയേഷൻ പ്രവർത്തക സമിതി യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മന്ത്രിമാരുടെയും MLAമാരുടെയും സ്റ്റാഫുകൾക്ക് 5 ദിവസം മുമ്പ് ശമ്പളം നൽകുന്ന സർക്കാരാണ് ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും വേതനം തടസ്സപ്പെടുത്തുന്നത്. വേതന കുടിശ്ശികയും പെൻഷൻ പരിഷ്കരണവും അട്ടിമറിക്കാനുള്ള നീക്കം ശക്തമായി ചെറുക്കുമെന്നും C ബാലൻ പറഞ്ഞു. ഉടനെ തന്നെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും നിർദ്ദേശം വരും. നമ്മുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട കാര്യം സംഘടനാ കാര്യം ജില്ലാ സമ്മേളനമാണ്. അതിന് മുമ്പ് ഒരു കാര്യം നമ്മുടെ ജില്ലാ പ്രസിഡന്റ് സൂചിപ്പിച്ചത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ നിർവാഹമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം നടത്തിയ KSSPA നടത്തിയ സത്യാഗ്രഹം, അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി KM റഷീദ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M പോൾ, M ഉണ്ണികൃഷ്ണൻ, പുത്തൂർ രാമകൃഷ്ണൻ, K രാമനാഥൻ, R മണി, A ഗോപിനാഥൻ, TP ഉമ്മൻ, VP രാധാകൃഷ്ണൻ, P ഭക്തവത്സലൻ, പോൾ P ആലീസ്, PD സുവർണൻ, KK ശൈലജ, ജമീല റഷീദ്, CT ചന്ദ്രിക എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പറളി തേനൂർ അയ്യർമല വനമേഖലയിൽ മാലിന്യം തള്ളുന്നത് വ്യാപകം. മേഖലയിൽ മാലിന്യ കൂമ്പാരമായിട്ടും മൗനം പാലിക്കുകയാണ് അധികൃതർ. മുന്നറിയിപ്പ് ബോർഡുകളും നിരോധന നിയമങ്ങളും യഥേഷ്ടമുണ്ടായിട്ടും എല്ലാം നോക്കുകുത്തിയാക്കി വനമേഖലയിൽ മാലിന്യം തള്ളുന്നതിന് ഒരു കുറവുമില്ല. മാലിന്യത്തിന്റെ ദുരിതം പേറുന്നതും ഇരയാവുന്നതും ബഹുഭൂരിഭാഗവും വനമേഖലയിലെ മിണ്ടാപ്രാണികൾ. പറളി തേനൂർ അയ്യർമല വനമേഖലയിലാണ് നിയമത്തിന് തെല്ലും വില കൽപ്പിക്കാതെ മാലിന്യം തള്ളുന്നത് വ്യാപകമാകുന്നത്. പ്രദേശത്ത് ജനവാസം കുറവായതിനാൽ രാത്രികാലങ്ങളിലും പുലർച്ചെയുമാണ് വാഹനങ്ങളിലെത്തി മാലിന്യം തള്ളുന്നത് വ്യാപകമാകുന്നത്. വിദൂര സ്ഥലങ്ങളിൽ നിന്നുവരെ ഇവിടെ മാലിന്യം തള്ളാൻ എത്തുന്നുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. വനമേഖലയിൽ മാലിന്യം തള്ളുന്നവരെ പിടികൂടി അർഹമായ ശിക്ഷയും പിഴയും നൽകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മനുഷ്യ വന്യജീവി സംഘർഷം ഒഴിവാക്കുന്നതിന് വനം വകുപ്പിന്റെ ജാഗ്രതാപൂർണമായ പരിശ്രമം ആവശ്യമെന്ന് മലമ്പുഴ MLA A പ്രഭാകരൻ. പാലക്കാട് വനം ഡിവിഷനിലെ വിവിധ കെട്ടിടങ്ങളുടെയും സാമൂഹ്യ വനവൽക്കരണ ഡിവിഷനിലെ കെട്ടിടങ്ങളുടെയും ഷൊർണൂർ നഗരവനത്തിൻ്റെയും ഉദ്ഘാടനവും വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള മോട്ടോർ സൈക്കിളുകളുടെ ഫ്ളാഗ് ഓഫ് കർമ്മവും പാലക്കാട് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു MLA. കുറച്ചുകൂടി കാര്യക്ഷമത പ്രകടിപ്പിക്കാൻ അവർക്ക് താമസിക്കാനുള്ള സൗകര്യം, വാഹന സൗകര്യം, അതുപോലെ അതിൻ്റെ ക്വാർട്ടേഴ്സ്, അതുപോലെ തന്നെ ചികിത്സിക്കാനുള്ള സൗകര്യം തുടങ്ങിയിട്ടുള്ള സംവിധാനങ്ങൾ ഇവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ ജനങ്ങളെ കൂടി സംരക്ഷിക്കാനുള്ളതിൻ്റെ, അല്ലാതെ മൃഗങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല, ജനങ്ങളെ കൂടി സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി നടക്കുന്ന അനുബന്ധ പ്രവർത്തനം എന്ന നിലയ്ക്ക് ഇപ്പോൾ 10-12 മോട്ടോർ ബൈക്ക് നമ്മൾ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഒരു പാമ്പ് വന്നാലും എന്തെങ്കിലും ഒരു പന്നി വന്നാലും പിന്നെ ഉയർന്ന് ആന, പുലി തുടങ്ങിയ രീതിയിലുള്ളത് വരുമ്പോഴും ഈ
ഫോറസ്റ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് അവരെ കിട്ടിയില്ല എന്നുള്ള ഒരു പരാതിയൊക്കെ അർദ്ധരാത്രിയൊക്കെ വിളിക്കാൻ എനിക്ക് വല്ലാത്ത വിഷമം തോന്നിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ 3ാം വാർഷികത്തിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച ചടങ്ങിൽ ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. പാലക്കാട് ഈസ്റ്റേൺ സർക്കിൾ ഫോറസ്റ്റ് ചീഫ് കൺസർവേറ്റർ K വിജയാനന്ദൻ IFS, മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V ബിജോയ്, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ PR ബിന്ദു, സുനിത അനന്തകൃഷ്ണൻ, രാധിക മാധവൻ, P ജയശ്രീ, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളായ L ഇന്ദിര, K ഉണ്ണികൃഷ്ണൻ, VK ജയപ്രകാശ്, KP പ്രസാദ്, ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർമാരായ P പ്രവീൺ, C അബ്ദുൽ ലത്തീഫ്, ജോസഫ് തോമസ് തുടങ്ങിയവരും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കന്നുകാലികളുടെ ഓണമെന്നറിയപ്പെടുന്ന ആയില്യമകം ആഘോഷിച്ച് പത്തിരിപ്പാല മങ്കര മേഖലകളിലെ കർഷകർ. പാലക്കാടൻ നെൽ കാർഷിക മേഖലയിലെ പഴമയുടെ തിരുശേഷിപ്പാണ് ആയില്യമകം ആഘോഷം. അന്യം നിന്നുപോയ ആയില്യമകം നാളുകൾ വീണ്ടും ആഘോഷമാക്കി മാറ്റുകയാണ് പത്തിരിപ്പാല മങ്കര മേഖലകളിലെ കർഷകർ. കന്നുകാലികളെ അണിയിച്ചൊരുക്കുകയാണ് പ്രധാന ചടങ്ങ്. ആയില്യം നാളിൽ അരിക്കുറിയും മകം നാളിൽ മഞ്ഞൾക്കുറിയുമിട്ടാണ് വീടുകളിലെ കന്നുകാലികളെ അണിയിച്ചൊരുക്കുന്നത്. കാർഷിക അഭിവൃദ്ധിക്കും കന്നുകാലികളുടെ ഐശ്വര്യത്തിനും ആരോഗ്യത്തിനും പ്രാർത്ഥന നേരുന്നതാണ് ചടങ്ങ്. ഉരുക്കളെ കുളിപ്പിച്ച് കുറിയിട്ട ശേഷമാണ് അരിക്കുറികളും മഞ്ഞൾക്കുറികളും ദേഹമാസകലം അണിയിക്കുന്നത്. ഓണവും തിരുവോണവും കഴിഞ്ഞ് 15ാം നാളിൽ ആയില്യവും 16ാം നാളിൽ മകംനാൾ ആഘോഷവുമാണ് പ്രധാനം. ചിങ്ങമാസത്തിലെ കൊയ്ത്തുത്സവം കഴിഞ്ഞ് പത്തായത്തിൽ നെല്ല് സംഭരിച്ച ശേഷം 2ാം വിളയ്ക്കുള്ള കാർഷിക ജോലികൾക്കായി കാളകളെ ഉപയോഗിക്കുന്നതിന് മുന്നോടിയായാണ് കുറിയിട്ട് ഇവയെ ഒരുക്കുന്നതെന്നാണ് പഴമക്കാരുടെ വിശദീകരണം. വീടുമുറ്റത്ത് അരിമാവ് കൊണ്ട് പൂക്കളമിട്ട് നടുവിൽ മാവേലിയെ വയ്ക്കും. തുടർന്നാണ് കന്നുകാലികൾക്ക് കുറിയിടുക. മകംനാൾ കഴിഞ്ഞാൽ മാവേലിയെ എടുത്തുമാറ്റും. നെൽകൃഷി മേഖലയിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും വന്നു ചേരാനാണ് 2 നാളത്തെ ആഘോഷം കൊണ്ട് സാധ്യമാകുന്നതെന്നാണ് കർഷകനും മങ്കര പൂലോടി ക്ഷീരസംഘം പ്രസിഡന്റുമായ K സതീഷ് കുമാർ പറയുന്നത്. ഈ കർഷക കുടുംബങ്ങളിലാണ് ഇത് ആചരിച്ചു വരുന്നത്. ഇത് പഴയ കാലത്ത് ഈ കന്നിമാസത്തിലെ ചിങ്ങം കഴിഞ്ഞ് കന്നീര് കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ട് അതായത് നെല്ലൊക്കെ കൂട്ടിയ ശേഷം 2ാം വിളയ്ക്കുള്ള ഒരുക്കങ്ങൾക്ക് കാളകളെ ഒരുക്കുകയാണ്. അപ്പോൾ അതിനാണ് അവർ കാളകൾക്ക് ഈ ആരോഗ്യവും ഐശ്വര്യവും വരാൻ വേണ്ടിയിട്ട് ആയില്യം മകന്നാളിൽ ഇങ്ങനെ കുറി തൊട്ട് അണിയിച്ച് ഒരു ആഘോഷിക്കാറുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴൊക്കെ എല്ലാം യന്ത്രവൽക്കൃതമായതുകൊണ്ട് കാളകളും പോത്തുകളൊന്നും ആവശ്യമില്ല. അപ്പോൾ കറവ പശുക്കൾ കന്നുകുട്ടികളും ഞങ്ങളത് വർഷങ്ങളായിട്ട് 10 ആണ്ടുകളായിട്ട് ഈ ചടങ്ങ് ഇങ്ങനെ ആചരിച്ചു വരാറ്. ഈ 2 ദിവസങ്ങളിൽ കാർഷിക ജോലികൾക്ക് കർഷകർ അവധി നൽകും. കാളകൾക്ക് പകരം കറവ പശുക്കളെയാണ് ഇപ്പോൾ കർഷകർ വളർത്തുന്നത്. പശുക്കളും പാലുൽപാദനവും ജീവിതോപാധി ആയതോടെ കറവ പശുക്കളും കന്നുകുട്ടികളും ഉൾപ്പെടെ ആയില്യം മകംനാളിൽ കുളിപ്പിച്ച് കുറിയിട്ടൊരുക്കി ആയില്യം മകംനാളുകളെ വരവേൽക്കുകയാണ് മേഖലയിലെ അപൂർവം ചില കർഷകർ. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. 4ാം വാർഷികത്തിലേക്ക് കടക്കുന്ന ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എല്ലാ വിഭാഗം വിദ്യാർത്ഥികൾക്കുമായി നൂതന വിദ്യാഭ്യാസ പാഠ്യപദ്ധതികൾ നടപ്പാക്കുമെന്ന് വൈസ് ചാൻസലർ ഡോക്ടർ VP ജഗതി. കേരളത്തെ സമ്പൂർണ്ണ ബിരുദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർവകലാശാലയുടെ പ്രവർത്തനമെന്നും വൈസ് ചാൻസലർ പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നിലവിൽ 23 പഠന കേന്ദ്രങ്ങളിലായി 45,000-ഓളം വിദ്യാർത്ഥികൾ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമാണ്. പ്രായപരിധിയില്ലാതെ അർഹരായ എല്ലാവർക്കും പഠിക്കാൻ അവസരം നൽകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സ്വീകാര്യത വർദ്ധിപ്പിച്ചു. പിന്നോക്ക വിഭാഗങ്ങൾ, രക്ഷിതാക്കളെ നഷ്ടമായവർ, അസുഖബാധിതർ തുടങ്ങി വിവിധ വിഭാഗങ്ങൾക്ക് ഫീസിനത്തിൽ ഇളവ് ലഭിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിക്കുന്നതോടെ ഫീസിൽ കുറവ് വരത്തക്ക വിധമാണ് പാഠ്യരീതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഒറ്റ രജിസ്ട്രേഷനിലൂടെ തന്നെ പാരലൽ കോളേജിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും പാഠ്യപദ്ധതി കറസ്പോണ്ടിംഗ് യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകതയാണെന്നും വൈസ് ചാൻസലർ പറഞ്ഞു. വലിയൊരു സർട്ടിഫിക്കറ്റ് കൊടുത്ത് കാശ് വാങ്ങിച്ചിട്ട് വിടുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം. ശ്രീനാരായണ ഗുരുവിന്റെ വിദ്യ കൊണ്ട് സ്വതന്ത്രമാവുക. ഇത് പഠിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു തൊഴിൽ കിട്ടണം, അവർക്കൊരു ലൈവ്ലിഹുഡിനുള്ള ഒരു എന്തെങ്കിലും ചെയ്യാൻ പറ്റണം. ആ രീതിയിലാണ് നമ്മൾ ഓരോ പ്രോഗ്രാമും ചെയ്യുന്നത്. അപ്പം നമ്മൾ ഓരോ കോഴ്സ് ഡിസൈനും ഞങ്ങളോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇത് നിങ്ങളുടെ നമ്മുടെ മക്കളെ വിടുക, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കാരെ അല്ലെങ്കിൽ കൂട്ടുകാരെ ഇതിന്റെ റെക്കമെൻഡ്, അതിനൊരു കറക്റ്റ് ആൻസർ കിട്ടുന്ന രീതിയിലാണ് നമ്മുടെ അവിടെ ഓരോ കോഴ്സും നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. വെറുതെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്ത് വിടുക എന്നുള്ളതല്ല. പ്രോ വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ SV സുധീർ, സിൻഡിക്കേറ്റ് അംഗം പ്രൊഫസർ TM വിജയൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഒറ്റപ്പാലം കഥകളി രംഗശാലയുടെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് ലവണാസുരവധം കഥകളി അരങ്ങിലെത്തിക്കും.
ഒക്ടോബർ 1 ലക്കിടി കിള്ളിക്കുറിശിമംഗലം കുഞ്ചൻ സ്മാരക വായനശാലയിലാണ് കളിവിളക്ക് തെളിയുകയെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സദനം മണികണ്ഠൻ ഹനുമാനായും സദനം ഭാസി ലവനായും സദനം മണികണ്ഠൻ കുശനായും സദനം വിജയൻ സീതയായും അരങ്ങിലെത്തും. സദനം ശിവദാസ്, ശ്രീദേവൻ ചെരുമിറ്റം, ജിഷ്ണു അത്തിപ്പറ്റ, കലാമണ്ഡലം ബലരാമൻ, ശ്രീഹരി പനാവൂർ എന്നിവർ ചെണ്ടയിലും ചെർപ്പളശ്ശേരി ശിവൻ, സദനം ജയരാജ് എന്നിവർ മദ്ദളത്തിലും അകമ്പടിയേകും. പീശപ്പള്ളി രാജീവിന്റെ നേതൃത്വത്തിൽ കഥകളി സോദാഹരണ ക്ലാസും സംഘടിപ്പിക്കും. പത്മഭൂഷൺ ഡോക്ടർ കലാമണ്ഡലം രാമൻകുട്ടി നായരെ ചടങ്ങിൽ അനുസ്മരിക്കും. സാംസ്കാരിക സദസ്സ് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി ഉദ്ഘാടനം ചെയ്യുമെന്ന് കഥകളി രംഗശാല ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇപ്രാവശ്യത്തെ കഥകളി നമ്മൾ വാർഷിക ആഘോഷമായിട്ടാണ് കൊണ്ടു നടത്തുന്നത്. അത് ഈ വരുന്ന ഒക്ടോബർ മാസം 1-ാം തീയതി ലിക്രിയിലുള്ള കുഞ്ചൻ സ്മാരക വായനശാലയിൽ വെച്ചിട്ടാണ് കഥകളിയുടെ ഈ വാർഷികാഘോഷം നമ്മൾ നടത്തുന്നത്. അന്ന് തന്നെ ഉച്ചയ്ക്ക് 2 മണി മുതൽ സോദാഹരണ സദസ്സ് നമ്മുടെ ശ്രീ പീശപ്പള്ളി രാജീവൻ ആണ് അത് നടത്തുന്നത്. അത് കഥകളിയെ സംബന്ധിച്ച് ആളുകൾക്ക്, അതായത് ഇതിനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് കഥകളി എന്താണ് എന്നുള്ളത് വളരെ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ക്ലാസ്സാണ്. വളരെ പിന്നെ അതിൽ ഈ കഥകളിയിൽ വളരെയധികം പ്രാവീണ്യം നേടിയ നടനുമാണ്, വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളാണ് ശ്രീ പീശപ്പള്ളി രാജീവൻ. അദ്ദേഹമാണ് ഈ സോദാഹരണ ക്ലാസ് എടുക്കുന്നത്. ചടങ്ങിൽ പത്മശ്രീ പുരസ്കാരം ലഭിച്ച സദനം ബാലകൃഷ്ണനെ ആദരിക്കും. രംഗശാല പ്രസിഡന്റ് TY സോമസുന്ദരൻ, സെക്രട്ടറി അഡ്വക്കേറ്റ് T കാളിദാസ്, ട്രഷറർ M സുഭാഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കോതകുറിശി ചേറമ്പറ്റ ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവത്തിന് ഒക്ടോബർ 3-ാം തീയതി തുടക്കമാകും. ഒക്ടോബർ 13 വരെ നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ ഒറ്റപ്പാലത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒക്ടോബർ 3 വൈകുന്നേരം 4:30 നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. ആഘോഷ പരിപാടികൾ സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ രാമചന്ദ്ര പുലവർ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. തുടർന്ന് ഡോക്ടർ പ്രശാന്ത് വർമ്മയുടെ നേതൃത്വത്തിൽ മാനസ ജപലഹരി ഭജൻ നടക്കും. 4 വൈകിട്ട് 6 മണിക്ക് പ്രഹ്ലാദ ചരിതം കഥകളി അരങ്ങേറും. 5 വൈകുന്നേരം 4:30 യജ്ഞാചാര്യന് പൂർണ്ണകുംഭം നൽകി ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് ആനയിക്കും. 5:30 ഭാഗവത മഹാത്മ്യവും ഏലൂർ ബിജു അവതരിപ്പിക്കുന്ന സോപാന സംഗീതവുമുണ്ടാകും. തുടർന്ന് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമാകും. കുറുവല്ലൂർ ഹരി നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. വൈകിട്ട് നൃത്തനൃത്യങ്ങളും അരങ്ങേറും. തുടർന്നുള്ള ദിവസങ്ങളിൽ വൈകിട്ട് 6:30 ക്ലാസിക്കൽ ഭജൻസ്, നൃത്തനൃത്യങ്ങൾ, ഭക്തിപ്രഭാഷണം, കലാപരിപാടികൾ എന്നിവ നടക്കും. 12 വൈകിട്ട് 6 മണിക്ക് സമാപന സമ്മേളനം മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി ഉദ്ഘാടനം ചെയ്യും. ചേറമ്പറ്റ ദേവി പുരസ്കാരം സോപാന സംഗീത കലാകാരൻ അമ്പലപ്പുഴ വിജയകുമാറിന് സമർപ്പിക്കും. 2024 ഒക്ടോബർ 3 മുതൽ 13 കൂടിയ ദിവസങ്ങളിലാണ് ഈ ആഘോഷ പരിപാടികൾ നടക്കുന്നത്. യജ്ഞാചാര്യനായി ശ്രീ കുറുവള്ളൂർ ഹരി നമ്പൂതിരി, അദ്ദേഹമാണ് സപ്താഹാചാര്യനായിട്ട് നമുക്ക് ക്ഷേത്രത്തിലേക്ക് വരുന്നത്. ഒക്ടോബർ 3-ാം തീയതി നവരാത്രി ആരംഭത്തിന് ഉദ്ഘാടകനായി ശ്രീ വിദ്യാധരൻ മാസ്റ്റർ, പ്രശസ്ത സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ പങ്കെടുക്കുന്നു. വിശിഷ്ടാതിഥിയായി ശ്രീ പത്മശ്രീ രാമചന്ദ്ര പുലവരുടെ സാന്നിധ്യത്തിലാണ് ഉദ്ഘാടന കർമ്മങ്ങൾ നടക്കുന്നത്. ദേവസ്വം മാനേജർ M പങ്കജാക്ഷൻ, ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് S സുജേഷ്, സപ്താഹം കമ്മിറ്റി ചെയർമാൻ KP ഗിരീഷ്, കൺവീനർ സത്യൻ ചേറമ്പറ്റ, കോർഡിനേറ്റർ സുധീർ പടിയത്ത് പറമ്പിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് CPIയുടെ പരാതി. തൃശൂർ പൂരം അലങ്കോലമായപ്പോൾ BJP സ്ഥാനാർത്ഥിയായിരുന്ന സുരേഷ് ഗോപി നിയമവിരുദ്ധമായി ആംബുലൻസിൽ വന്നതിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം. മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം ആംബുലൻസ് രോഗികൾക്ക് സഞ്ചരിക്കാനുള്ളതെന്നും വ്യക്തിയുടെ സ്വകാര്യ യാത്രയ്ക്ക് ഉപയോഗിക്കാൻ പാടില്ലെന്നും ചൂണ്ടിക്കാട്ടി ജോയിന്റ് RTOയ്ക്കും പരാതി നൽകി. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ട്രെയിനിൽ 18 കിലോ കഞ്ചാവ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ. ട്രെയിനിൽ കഞ്ചാവ് കണ്ടെത്തിയത് പോലീസിന്റെ പതിവ് പരിശോധനയ്ക്കിടെ.
കഞ്ചാവ് കടത്തിയ വ്യക്തിയെ പിടികൂടാനായില്ല. അന്വേഷണം ഊർജിതമാക്കിയതായും ശക്തമായ പരിശോധന തുടരുമെന്നും റെയിൽവേ പോലീസ്. വേതനം ആവശ്യപ്പെട്ട് പാലക്കാട്ട് ആശാ വർക്കർമാരുടെ പ്രതിഷേധം. പിച്ചച്ചട്ടി സമരവുമായി ആശാ വർക്കേഴ്സ് കോൺഗ്രസ്. പിണറായി സർക്കാർ ആശാ വർക്കർമാരെ പിച്ചക്കിറങ്ങേണ്ട ഗതികേടിലാക്കിയെന്ന് INTUC നേതാവ് ചിങ്ങന്നൂർ മനോജ്. സർക്കാരിനെതിരെ താക്കീതുമായി പെൻഷനേഴ്സ് അസോസിയേഷൻ. ജീവനക്കാരെയും പെൻഷൻകാരെയും നിരന്തരം അവഗണിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന ഇടതു സർക്കാരിനെ കാത്തിരിക്കുന്നത് കനത്ത തിരിച്ചടിയെന്ന് KSSPA. പാലക്കാട് വനം ഡിവിഷനിലെ വിവിധ കെട്ടിടങ്ങളുടെയും ഷൊർണൂർ നഗരവനത്തിന്റെയും ഔപചാരിക ഉദ്ഘാടനം പാലക്കാട് ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസിൽ. മനുഷ്യ വന്യജീവി സംഘർഷം ഒഴിവാക്കുന്നതിന് പ്രത്യേക പദ്ധതി. ഇക്കാര്യത്തിൽ വനം വകുപ്പിന്റെ ജാഗ്രതാപൂർണമായ ഇടപെടൽ അനിവാര്യമായ ഘട്ടമാണിതെന്ന് A. പ്രഭാകരൻ MLA. പറളി തേനൂർ അയ്യർമല വനമേഖലയിൽ മാലിന്യക്കൂമ്പാരം. മാലിന്യം തള്ളുന്നത് തടയാൻ അധികാരികൾ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.